നമസ്കാരം. ഗോപികാ വസന്തം തേടി വനമാലി നവനവ ഗോപികാ വസന്തം തേടി വനമാലി. അല്ലേ? നമ്മൾ കേട്ട പാട്ട്, കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട്, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ട്. അപ്പോൾ ഇനി എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ ഇത് നമുക്ക് ഏത് റൂട്ടാണെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ കേൾക്കുന്നു, പക്ഷേ ഇതെങ്ങനെ ഈ രാഗം ഏത് രാഗത്തിൽ നിന്നുണ്ടായി, എങ്ങനെയാണത് അതിൻ്റെ ഒരു വന്നത്, ഏതൊക്കെ സ്വരങ്ങളിലൂടെ പോയാലാണ് ഈ ഗോപിക വസന്തം വന്നത് എന്നും ഇനി ഏത് രാഗമാണ് എന്നുള്ളതാണ്. ഈ രാഗത്തിൻ്റെ പേര് ഷൺമുഖപ്രിയ എന്നാണ്. ഷൺമുഖപ്രിയ, അതായത് 72 മേളകർത്ത രാഗങ്ങളിലെ 56ാമത്തെ രാഗമായ ഷൺമുഖപ്രിയ, പ്രതിമധ്യമ രാഗം എന്നാണ് കർണാട്ടിക് മ്യൂസിക്കിൽ നമ്മൾ പഠിക്കുന്നത്. സ രി ഗ മ പ ധ നി സ, അതായത് വലിയ ഋഷഭം. സരേ, അതിന് പറയാം ചതുശ്രുതി എന്ന് പറയാം. പിന്നെ സരിഗ, ചെറിയ ഗാന്ധാരം. ഈ ഗാന്ധാരത്തിന് പറയുന്ന പേര്, ചെറിയ ഗാന്ധാരത്തിന് പറയുന്ന പേര് സാധാരണ ഗാന്ധാരം, കുഞ്ഞു ഗാന്ധാരം അല്ലേ. സരിഗ എന്നായി. പിന്നെ സരിഗമ, വലിയ മധ്യമം. അപ്പം ഇതിൻ്റെ ഇടയിൽ വേറൊരു മധ്യമം കിടക്കുന്നുണ്ട്, ശുദ്ധമധ്യം. സരിഗമ എന്ന് പോലെ രാഗം മാറി. അപ്പോൾ ഇവിടെ സരിഗമ, പഞ്ചമത്തിൻ്റെ അടുത്ത്. പ, പിന്നെ ചെറിയ ദേവത. ധ, ചെറിയ നിഷാദം. നീ സ, സരിഗമ പധ നി സ സ നി ധ മ മ ഗ രി സ രി ധ രി ത ധ ര ന ആ രി, ഇങ്ങനെ പോകുന്ന രാഗം. സരിഗമ സരിഗമ മ ഗ രി സ. 100 ജന്മം അല്ലേ. ഗോപികാ വസന്തം സരിഗമ പ പദ മ ഗ രി സ രി, അങ്ങനെയാണ് അത് പോകുന്നത്, അതിൻ്റെ റൂട്ട് അല്ലേ. അതുപോലെ മലയാള സിനിമയിൽ ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട്. ഹേമന്തഗീതം സനന്ദം മൂളും മൂവന്തി പെണ്ണിൻ രോമാഞ്ചം പോലെ, അങ്ങനൊരു പാട്ടുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഷൺമുഖപ്രിയയാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള, നല്ല എന്താ പറയുക, കേൾക്കാൻ അതീവ സുന്ദരമായ രാഗം. ഈ രാഗത്തിന് എല്ലാ ഭാവങ്ങളും ഇതിന് ചേരും. അതായത് ഭക്തിക്ക് ഉപയോഗിക്കാം, ശൃംഗാരം, കരുണ, അതുപോലെ സന്തോഷം, വേണ്ടി വന്നാൽ സങ്കടത്തിനും ഉപയോഗിക്കാം. അതുപോലെ ലീലാതിലകം ചാർത്തി, ഇതൊക്കെ എന്താ പറയുക, ഷൺമുഖപ്രിയ രാഗം. അതുപോലെ ഒരു അടിപൊളി പാട്ട് രവീന്ദ്രൻ മാഷ് ചെയ്തിട്ടുണ്ട് ധനത്തിൽ. ആനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറമുത്തുണ്ടേ അല്ലേ. പെട്ടെന്ന് ഇപ്പോൾ ഷൺമുഖപ്രിയയിൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്ന ഒരു പാട്ട്. ഈ രാഗം അതിൻ്റെ സ്വരസ്ഥാനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് 72 രാഗസിൽ 56ാമത്തെ രാഗമെന്ന് പറഞ്ഞു. അതിൻ്റെ ശുദ്ധമധ്യമ രാഗമാണ്
നടഭൈരവി എന്ന് പറയും. ഒരു മധ്യമം മാറിയാൽ മൊത്തം ഭാവം മാറുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പാടിയത് സരിഗമ പധ നീ സനി എന്ന് പാടി. ഇവിടെ സരിഗമ പദ നിസ സനി ധപ മഗരി സരിഗമ പദ നിസ സനി ധപ മഗരി സ മഗരി സ എന്ന് പറയുമ്പോൾ എന്തായി? നടഭൈരവിയായി. അപ്പോൾ ഇന്ന് നമ്മൾ ഷൺമുഖപ്രിയയിൽ വരുന്ന കുറച്ച് പാട്ടുകൾ, അതുപോലെ രാഗത്തിൻ്റെ സഞ്ചാരം അല്ലേ, നമ്മൾ എങ്ങനെയാണ് ആ സ്വരങ്ങളിലൂടെ പോകുമ്പോഴാണല്ലോ ഒരു സ്വഭാവം കാണിക്കുക, അത് നമ്മൾ പറഞ്ഞു. ഇന്ന് ഷൺമുഖപ്രിയ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് വേറൊരു രാഗമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.